ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല, നേരെ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. മക്കളുടെ പുതിയ ലഞ്ച് ബോക്സാണ്. റോസും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊന്ന് വീഡിയോയിൽ കാണിക്കുമെന്ന്, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് സ്പെഗറ്റി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് സ്കൂളിലേക്ക് പോകുന്ന തിരക്കിലെടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് വെക്കാൻ കേട്ടോ. അപ്പം അത് സ്പെഗറ്റി വെച്ച ശേഷം പിന്നെയും കുറേ സ്പേസ് ബാക്കിയുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രം കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്, വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട്. സാധാരണ അവർ സ്പെഗറ്റി ആണെങ്കിൽ അത് മാത്രമേ കൊണ്ടുപോകുള്ളൂ, ദോശയും കറിയാണെങ്കിൽ അങ്ങനെ അത് മാത്രമേ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പം കറിയൊന്നും വെക്കാനുണ്ടായിരുന്നില്ല. അപ്പം ആ ചെറിയ പാത്രത്തിൽ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് വെറുതെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അതൊന്നും കഴിക്കാറില്ല, എന്നാലും ഒന്ന് നമുക്ക് പാത്രം മൊത്തം ഫില്ലാക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വെച്ചതേ ഉള്ളൂ. അങ്ങനെ മക്കൾ സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാനെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. സ്പെഗറ്റി എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. പിന്നെ ഇക്കാക്ക് ദോശയും കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എക്കും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ റോയി മോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ വേഗം ഞാൻ അവളെ പിടിച്ച് കിടത്തിയതാണ്. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവും. കുറച്ചൊരു 9 മണി ആ ഒരു സമയത്തൊക്കെ എണീക്കുള്ളൂ അവൾ. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ചില ദിവസം നേരത്തെ തന്നെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. ഇന്ന് പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അവൾക്കും ചുമയുണ്ട്. മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയതായിരുന്നു. കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ മാലി ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് ആ ഒരു വാല്യൂ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മാലി നാട്ടിലേക്ക് പോയപ്പം ആളില്ലല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആദ്യമൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മാലി വന്ന് അത് ശീലമായപ്പം പിന്നെ അത് ഭയങ്കര ബാക്കിലോട്ട് പോകാൻ പറ്റുന്നില്ല. ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പാത്രമാണെങ്കിൽ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. ഇങ്ങനെ പാത്രം കഴുകൽ തന്നെയാണ് പണി. നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. മാലിപ്പം അടുത്ത് തൊട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. റോയിമോളുടെ ഡെലിവറീൻ്റെ സമയത്തും അതിന് ശേഷവും കുറച്ച് മാസങ്ങളൊന്നും ആരും ഉണ്ടായിരുന്നില്ല സഹായത്തിന്, എല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ റെസ്റ്റൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വേറെ ചില വർക്ക്സും കൂടി ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഒറ്റയ്ക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയപ്പോഴാണ് ഞാൻ മാലിനെ വെച്ചതൊക്കെ. കണ്ടോ, ഇതൊക്കെയാണ് റൂഹിൻ്റെ പരിപാടി. ടോയ്സിൻ്റെ ബോക്സ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ടോയ്സൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് അവൾ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ ജോലിക്ക് ആളുണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര മടി കാണിക്കും. അങ്ങനെ പിന്നെ നമുക്ക് അവരില്ലാഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കും. അതുപോലെ നമ്മളെ ശരീരമാണെങ്കിൽ അങ്ങ് മൊത്തം കേടായി പോവുകയും ചെയ്യും. ഞാനിപ്പോൾ അത്യാവശ്യം നല്ലോണം തടിച്ചിട്ടുണ്ട്, അത്യാവശ്യം 4-5 കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ട്. വെറുതെ വെയിറ്റ് കൂടി പോവാണ്, ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല, വെറുതെ നമ്മുടെ ശരീരം അനങ്ങാണ്ടായിട്ടേ. അപ്പം ഇനി തടി കുറയ്ക്കണം. ഇനിയിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും, നിങ്ങൾ പറയുമ്പോൾ എന്താ ഇപ്പോൾ അത്ര തടിയൊന്നും ഇല്ലല്ലോ, പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് എന്താ പറയുക, നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരുന്നു, ഒരു പണിയും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ശരീരം വയ്യാണ്ടായി വരികയാണ്. അപ്പം എന്തായാലും ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നല്ലോണം എന്താ പറയുക, വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഇൻഷാ അല്ലാഹ്. അതുപോലെ അത്യാവശ്യം പണികളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മാലി ഇല്ലാണ്ട് കുറച്ച് ദിവസം ആയപ്പോൾ ഫസ്റ്റ് കുറച്ച് ദിവസമൊക്കെ ഭയങ്കര വയ്യായികയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. വീട്ടിലെ പണികളൊക്കെ എടുത്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല നമുക്ക് തന്നെ തോന്നുന്നുണ്ട്, ഒരു ഫീൽ ഗുഡ് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കുറേ വർക്ക് അവിടെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. പ്രൊമോഷനായിട്ട് ഒരുപാട് പേര് പ്രൊഡക്ട്സ് അയച്ചിട്ടുണ്ടായിരുന്നു, പോയി ചെയ്യാനുണ്ടായിരുന്നു. ഈവൻ നമ്മൾ നാട്ടിലേക്ക് പോയ സമയത്ത് കുറേ പേര് പ്രൊഡക്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴും അൺബോക്സ് ചെയ്തിട്ടില്ല, എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. ഇൻഷാ അല്ലാഹ് എല്ലാം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, തന്നവർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതൊക്കെയാണ് ഈ അവസ്ഥകളൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും ഈ വീട്ടുജോലി എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്തൊരു പണിയാണ്. എത്ര എടുത്താലും അത് തീരൂല്ല. എന്നാലോ കാണുന്നവർക്ക് എന്താപ്പോൾ അവിടെ എത്ര അധികം പണി എന്നേ ചോദിക്കാനുണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ പുറത്ത് പോയി ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇതുപോലെ വ്ളോഗിങ്ങും വേറെ ജോലിയൊക്കെ ഉള്ളവർക്കൊക്കെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര പാട് തന്നെയാണ്. ശരിയല്ലേ? ഒരു ചോറ് വേണോ? ചോറ് പിന്നെ വേണ്ടേ? കറിയും ചോറും വേണോ? പിന്നെന്താ വേണ്ടേ? പുട്ട് വേണോ? ബിരിയാണി ആയിട്ട് ബിരിയാണി
അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അവർക്ക് ഫുഡ് കൊടുക്കണം, ചോറ് കൊടുക്കണം. ഇതിപ്പം വൈകുന്നേരത്തേക്കുള്ള ഡിന്നറിനുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുക കേട്ടോ. ഉച്ചത്തേക്കുള്ള ചോറും കറികളൊക്കെ റെഡിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ അരച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ചിക്കൻ കറി എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും ആദ്യം ഇടുന്നതും അവസാനം ഇടുന്നതും ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളും അതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറി സ്പെഷ്യലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ ചിക്കൻ കറിയും ഓരോരുത്തരുണ്ടാക്കുന്നതും വ്യത്യസ്ത ടേസ്റ്റ് തന്നെയായിരിക്കും, ഒരേ ചേരുവകളാണെങ്കിൽ പോലും. അപ്പം വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ആദ്യം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ആ ഒരു കറിവേപ്പിലിൻ്റെ മണവും വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടി നല്ലൊരു മണമായിരിക്കും. അതിലോട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ, അതുപോലെ 1/4 ടീസ്പൂണ് വലിയ ജീരകം, അതായത് ഫെനൽ സീഡ്, അത് രണ്ടും ചേർത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെറിയ ഉള്ളി, അതൊരു 10 എണ്ണമൊക്കെ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, അതൊന്ന് ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി കൂടുതലും, ഇഞ്ചി ചെറിയൊരു പീസും, അതും ചതച്ചത്. പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. അതില്ലാന്നാണെങ്കിൽ ഒരു കളർ എടുത്താലും മതി, ചെറിയതായിട്ട് ചോപ്പ് ചെയ്തതും. പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം, അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇത് നന്നായിട്ട് കുക്കാക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഒരു 3 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ മസാലപ്പൊടികളെല്ലാം കൂടി നന്നായിട്ട് വെള്ളത്തിൽ യോജിപ്പിച്ച ശേഷമാണ് നമ്മളിപ്പം ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റിലുള്ള ഒരു കറിയാട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യം ചേർത്ത ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അതിനൊരു പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മസാലയും വെള്ളം കൂടിയുള്ള ഒരു ഗ്രേവി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ വെള്ളത്തിൽ വേണം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. അതിനുശേഷം നമ്മളിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ സവോള വഴറ്റിയെടുക്കാനുള്ള സമയം അങ്ങനത്തെ കാര്യങ്ങളേ ഇല്ല. പിന്നെ ചിക്കൻ്റെ കൂടെ തന്നെ ഞാൻ 2 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കണ്ട, ചിക്കൻ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ. നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോഴേക്കും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പം ഈ സമയം കൊണ്ട് നമുക്കിതിലോട്ട് ഇനി തേങ്ങ അരച്ച കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. ഒരു തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ തേങ്ങ ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ തേങ്ങ ഒരുപാടൊന്നും ആക്കണ്ട കേട്ടോ, ഒരു തേങ്ങ മതി, ഒരു ചെറിയ തേങ്ങ മതി. അത് മൊത്തത്തിൽ ചെരുവി എടുത്തതാണ്. അതിലോട്ട് കുറഞ്ഞ വെള്ളവും പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ലോണം അരച്ചെടുക്കണം. അത് മസ്റ്റാട്ടോ. അരവ് ശരിയാവാഞ്ഞാൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് അരച്ചെടുക്കുക. അതുപോലെ ചിക്കൻ നന്നായിട്ട് കുക്കായ ശേഷം മാത്രം നമ്മളിതിലോട്ട് അരപ്പ് ചേർക്കുള്ളൂ. ഇതിപ്പം അണ്ടിപ്പരിപ്പ് ചേർക്കാത്ത, തേങ്ങാപ്പാൽ ചേർക്കാതെ നല്ല കുറുന്നനുള്ളൊരു കറിയായിരിക്കും. നല്ല ടേസ്റ്റാട്ടോ, വറുത്തരക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ലോണം തിളക്കട്ടെ കേട്ടോ. നമ്മുടെ ചിക്കൻ ആ മസാലയിൽ കിടന്നിട്ട് നല്ലോണം കുക്കാവണം. അപ്പോൾ ഇതാ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് തേങ്ങ ജ്യൂസ് അടിച്ചത് ചേർക്കാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നമ്മൾ ഒരുപാട് തിളപ്പിക്കരുത്, എന്നാൽ അത്യാവശ്യം തിളപ്പിക്കും വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായ ശേഷം മാത്രമാണ് ഈ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും, ഒരു കുറുമ ഒരു കളറും ആ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പും ചേർക്കാത്ത, എന്താ പറയുക, വറുത്തരയ്ക്കാത്ത, എന്നാൽ പോലും അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ സവോള ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യേണ്ട അങ്ങനത്തെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്നാൽ കറി അത്യാവശ്യം ഉണ്ടാവും ചെയ്യും കേട്ടോ. തേങ്ങ കുറച്ച് നമ്മൾ അധികം എടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നല്ലോണം തിളക്കട്ടെ കേട്ടോ. ഒരു 2-3 തിള വന്നിട്ട് നമുക്കിത് അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ. ആ തിക്നെസ് കണ്ടോ, നല്ല തിക്കായിട്ടാണ്. കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, വേണമെങ്കിൽ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്ത പേര് നോക്കണ്ട, വ്യത്യസ്ത കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ കുറേ നേരമായിട്ട് അടുക്കളയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോസിനോട് പറഞ്ഞു ഒന്ന് ചപ്പാത്തി ഒന്ന് ചൂടാൻ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചപ്പാത്തി ചൂടലും പരത്തലും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ വീണ്ടും ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റോസും അവിടെ ഇരുന്നിട്ട് ചപ്പാത്തി ചൂടുന്നുണ്ട്. അവൾക്ക് പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റീനിന് പിന്നെ അത്യാവശ്യം എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട്, എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ റീനെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. റീനു 10th തന്നെ എനിക്കിപ്പം അവളുടെ സഹായവും കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുമ്പം ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങളെപ്പോഴും ചിക്കനാണല്ലോ കഴിക്കുന്നതെന്ന്. അപ്പം ഞാൻ എല്ലാ ദിവസമൊന്നും വീഡിയോ എടുക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ വീഡിയോ ഷൂട്ടിൻ്റെ ദിവസങ്ങൾ മാത്രമേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചിക്കൻ കറി എടുക്കുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ദിവസം മാത്രമേ വീഡിയോ എടുക്കുന്നുണ്ടാവുള്ളൂ. അല്ലാതെ നോർമലായിട്ടുള്ള വെജ് കറികളൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ വീഡിയോ എടുക്കാനിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ എന്നും ചിക്കൻ കറി എന്നൊന്നും ഇല്ല. അത് നമുക്കും ആർക്കായാലും മടുക്കൂലേ എന്നും ചിക്കൻ കറിയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവും, അല്ലാത്തൊരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളെന്നും ചിക്കനാണല്ലോ എന്ന്. ഓക്കെ, അപ്പം സംഭവം അതാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസങ്ങളിൽ മാത്രമേ വ്ളോഗ് ചെയ്യുന്നുള്ളൂ. ആ 3 ദിവസങ്ങൾ മാത്രമാണ് ഒരു നേരത്തെ ഭക്ഷണം ചിക്കൻ കറി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കണം, എന്നാലേ മറ്റുള്ളവർക്ക് ഉണ്ടാക്കേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ തീരുള്ളൂ. അപ്പോൾ എന്തായാലും ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ പ്രതീക്ഷിക്കുന്നു. ഇനി കാണിക്കാൻ പോകുന്നത് ഡിസ്പോസിബിൾ ഐറ്റംസിലുള്ള വമ്പൻ കളക്ഷൻസ് ആട്ടോ. ഇത്രയധികം ഡിസ്പോസിബിൾ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള സേഫ് പാക്കിൻ്റെ കുറച്ച് കളക്ഷൻസാണ് ഈ കാണുന്നത് കേട്ടോ. അത് കുറച്ച് മാത്രമേ ഉള്ളൂ, ഇനിയും ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം അതിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. സേഫ് പാക്കിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പം UAEയിലും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ സാധാരണ ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വെള്ളം കുടിക്കുന്ന ഹോൾസെയിലായിട്ടുള്ള ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒരുപാട് വരാനും അത്യാവശ്യമല്ലേ എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സാണ് ഇപ്പം ഞാൻ ഡെസേർട്ട്സ് എടുക്കുന്നതാണെങ്കിലും എല്ലാതും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ വ്യത്യസ്ത പ്രൊഡക്ട്സ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അതും ഒരൊറ്റ മെറ്റീരിയലിലുള്ളതല്ല, ഒരുപാട് വ്യത്യസ്ത ടൈപ്പ്, അതായത് ഗ്ലാസ് ടൈപ്പ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് കേട്ടോ. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റീൻ്റെ പ്രൊഡക്ട്സും ഉണ്ട്, ലോ ക്വാളിറ്റീൻ്റെ ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് കൊടുത്തേക്കാൻ പറ്റുന്ന അങ്ങനെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു ബോക്സ് അടച്ചു വെച്ചിട്ട് ഭയങ്കര സീൽഡ് ആയിട്ടുള്ള ഇതാണ്, അതായത് അത് പുറത്തേക്ക് പോവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും ആ ഒരു ലിഡ് ഭയങ്കര സീൽഡാണ്. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഇതുപോലെ ഇങ്ങനെ റൈസ് ബോക്സുകളുണ്ട്. പിന്നെ ഈ പാത്രമൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല കട്ടിയുള്ള നല്ല തിക്നെസ് ഉള്ള പാത്രങ്ങളാട്ടോ. നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ അമർന്ന് പോവാത്ത ടൈപ്പ് പാത്രങ്ങളാണ്. അതിൽ തന്നെ ഒരുപാട് കുഞ്ഞു വലുത് തൊട്ട് ചെറുത് വരെയുള്ള പാത്രങ്ങൾ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ, എല്ലാ സൈസിലുള്ളതും. പിന്നെ ഓരോ പാത്രവും വ്യത്യസ്തമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇപ്പോൾ കാണുമ്പോൾ ഈ ബ്ലാക്ക് ടൈപ്പിൽ സ്ക്വയർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, അതിനൊക്കെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ കണ്ടെയ്നേഴ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണിയൊക്കെ പാർസൽ ചെയ്യുന്ന അങ്ങനെ പാർസൽ പാത്രങ്ങളാണ്. അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ സേഫ് ആയിട്ടുള്ള പാത്രങ്ങളുണ്ട്. അങ്ങനെ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ലെങ്തി ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് എന്തായാലും അവരെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ ബിരിയാണീൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ബിരിയാണി ബോക്സ്, അതാണ് സംഭവം. ഈ ബക്കറ്റ് ബിരിയാണിയൊക്കെ നമുക്ക് പാർസൽ ചെയ്യില്ലേ, അങ്ങനത്തെ പാത്രങ്ങൾ, അതിലും ചെറുതും വലുതൊക്കെ ഉണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ളത് കേട്ടോ. ഇതിൻ്റെ ലിഡ് കണ്ടോ, ലിഡ് ഇങ്ങനെ പുറത്തേക്ക് പോവില്ല, അങ്ങനത്തെ അതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലിഡ്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. പിന്നെ എന്താ ഈ കാണുന്നതൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാതും ഉണ്ട്. അപ്പം ശരിക്കും ഇത് ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നവർക്കാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അപ്പം അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ.
പിന്നെ ഞാൻ ഓരോ പ്രൊഡക്ട്സിൻ്റെ പേരും എടുത്തെടുത്ത് പറയുന്നില്ല. അലുമിനിയം ടൈപ്പ് ഡിസ്പോസിബിൾ ഐറ്റംസ് ഉണ്ടല്ലോ, അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫോം പ്ലേറ്റ്സും കാര്യങ്ങളും, പിന്നെ നമ്മൾ ചായ കോഫിയൊക്കെ കുടിക്കുന്ന നമ്മൾ റെസ്റ്റോറൻറ്റ് ടൈപ്സ് ഉണ്ടല്ലോ, അതിൽ ചായയും കോഫീൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കപ്പുകൾ മുതൽ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇത് പേപ്പർ പ്ലേറ്റ്സ് ആണ് കേട്ടോ. പേപ്പർ പ്ലേറ്റ്സിൽ ഇതാ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ വരുന്നത് അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. നോർമൽ ഇതാ അങ്ങനെ ലിഡുള്ള ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം പേപ്പർ പ്ലേറ്റ്സിൽ വരുന്ന കളക്ഷൻസാണ്. അപ്പം ഞാനിവിടെ കാണിച്ചതിൽ ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ പല മെറ്റീരിയലും വെച്ചിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ. പേപ്പർ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഫോം ആണെങ്കിലും അലുമിനിയത്തിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാതും വ്യത്യസ്തമായിട്ടുള്ള അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവില്ലേ, സെയിൽ ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇതുപോലെ ഹോൾസെയിലായിട്ട് വന്നിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പം ഹോൾസെയിലായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് സിംഗിൾ പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുക്കാം. എന്തായാലും നിങ്ങൾക്കിത് ഒത്തിരി യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കപ്സിൽ തന്നെ ചെറുത് മുതൽ നല്ല ജ്യൂസ് കപ്സ് വരെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഡിസ്പോസിബിൾ ഐറ്റംസ് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഐറ്റംസ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവില്ലേ, അവർക്കും ഇവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ എക്സ്പോർട്ടിൻ്റെ ആവശ്യത്തിനായിട്ടും ഇവരുടെ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഡിസ്പോസിബിൾ ആൻഡ് പാക്കേജിങ് ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. താഴെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് കൊടുക്കാം. ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം, അല്ലാണ്ട് എക്സ്പോർട്ട് ആവശ്യത്തിനായിട്ട് വാങ്ങിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം. അൽതയ്യാർ ജനറൽ ട്രേഡിംഗ് എന്നാണ് കമ്പനിയുടെ പേര്. ഡിസ്പോസിബിൾ ബ്രാൻഡിൻ്റെ പേര് സേഫ്പാക്ക് എന്നാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.